Hi team, welcome to Sunny Thoughts. MMMN മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ മൂവി അത്യാവശ്യം നല്ല ഹൈപ്പിൽ നിൽക്കുന്നൊരു പടമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പാട്രിയോട്ട് എന്നാണ് അതിൻ്റെ ടൈറ്റിൽ എന്നും നമ്മൾ ഈ അടുത്ത് ന്യൂസുകളൊക്കെ കേട്ടിരുന്നു. എന്തൊക്കെയായാലും മലയാളികൾ ഭയങ്കരമായ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം അവരുടെ മെഗാതാരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ഈ ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുകയാണ്. അതും രണ്ടുപേരും ഓൾമോസ്റ്റ് ലീഡർ റോളിലാണ് വരുന്നത്. ഈ ചിത്രത്തിൻ്റെ ഷൂട്ടിനിടയിൽ മമ്മൂക്ക കുറച്ച് നാൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നമ്മുടെ ഇടയിൽ നിന്നൊക്കെ ഒന്ന് മിസ്സായിരുന്നു. അദ്ദേഹം വീണ്ടും തിരിച്ചു വന്ന് ഈ ചിത്രത്തിൻ്റെ ഷെഡ്യൂളിൽ വീണ്ടും ജോയിൻ ചെയ്തു. ഈ സിനിമയ്ക്ക് വേണ്ടി അപ്പം ഞാൻ പറഞ്ഞ പോലെ കാത്തിരിപ്പിന് എക്സൈറ്റ്മെൻറ്റ് വളരെ കൂടുതലാണ്. ഇവരോടൊപ്പം ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരയൊക്കെ ഈ പടത്തിൽ പ്രധാന വേഷത്തിലുണ്ട്. അപ്പോൾ ചിത്രത്തിൻ്റെ ഒരു ടീസർ, ഇന്നൊരു ഒഫീഷ്യൽ ടീസർ അവർ ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ടീസർ വന്നോന്നും ടീസർ എങ്ങനെയുണ്ടെന്നും നോക്കാം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം. ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, വിശ്വാസം. What does this mean? They are going to bring social score to people. മൊത്തം 3 പേരുണ്ട്. സാറിനെ തടുക്കാൻ കഴിയും. ഡാനിയൽ, പെരിസ്കോപ്പ്. Student laptop scheme le program. Is that similar to Periscope? ഈ പ്രോഗ്രാം അവരെ സീക്രട്ട്ലി വാച്ച് ചെയ്യുന്നുണ്ട്. അവർ വീണ്ടും ഒന്നിച്ചാൽ എന്താവും വിഘ്നേഷൻ അറിയാം. ലാസ്റ്റ് Tell him to complete the sentence. Great Indian traitor or patriot? അപ്പോൾ ടീം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാട്രിയോട്ട് എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ. ടീസർ നമ്മളിപ്പോൾ കണ്ടു. ആ ടീസറിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് സംതിങ് റിലേറ്റഡ് ടു ഈ അധോലോകം പോലെ എന്തോ, പിന്നെന്തോ ഒരു റെസ്ക്യൂ, ഒരു സീക്രട്ട് മിഷൻ, അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. വേറെ നമുക്ക് കാര്യമായിട്ടുള്ള ഹിൻ്റൊന്നും അതിനകത്ത് കിട്ടിയിട്ടില്ല. പക്ഷേ ഏട്ടൻ്റെ ഇക്കാടെ ഫാൻസിന് അർമാദിക്കാനുള്ളതെല്ലാം അതിനകത്തുണ്ട് എന്ന് തോന്നുന്നു. അത്യാവശ്യം രണ്ടുപേരുടെയും സ്ക്രീൻ പ്രസൻസ്, സ്വാഗ്, കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു താരനിര തന്നെ ഉണ്ട്. ഫഹദ്, കുഞ്ചാക്കോ, അതുകൂടാതെ നയൻതാര, ഇവരെ കൂടാണ്ട് രേവതീനെ പോലത്തെ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ബ്ലാസ്റ്റ് ഐറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ടീച്ചർ ഒരു പക്ക സ്റ്റാൻഡേർഡ് ഒരു ക്ലാസ് സാധനമായിരുന്നു. പടവും അതുപോലെ ക്ലാസ്സും മാസം ചേർന്ന ഐറ്റം ആവട്ടെ എന്ന് പ്രത്യാശിക്കാം.